നമ്മളിപ്പോൾ അക്വാബയിലാണുള്ളത്, ജോർദാൻ അക്വാബ. ഇവിടെ പണ്ടത്തെ ഏദോമ്യർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസഹാക്കിൻ്റെ സഹോദരനായ ഏശാവിൻ്റെ പാരമ്പര്യമുള്ളവർ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് അക്വാബ. അക്വാബയിലാണ് ഗിന്നസ് റെക്കോർഡുള്ള വേൾഡിലെ ആദ്യത്തെ ക്രിസ്ത്യൻ ചർച്ച് എന്ന് പറയണത് ഇതാണെന്നാണ് പറയപ്പെടുന്നത്. ഇത് റോമൻകാർ AD 200-നും 300-നും ഇടയ്ക്ക് പണിയെഴുപ്പിച്ച പള്ളിയാണിത്. ഇതിനകത്ത് ആണ് നമ്മുടെ ആദ്യത്തെ നിക്യ സുന്നഹദോസ് കൂടിയ പള്ളി. ഇതാണ് നിക്യ സുന്നഹദോസ്. ഇത് ശരിക്കും പറഞ്ഞാൽ ആർക്കിയോളജിക്കൽ സൈറ്റാണ്, യുനെസ്കോയുടെ ആർക്കിയോളജിക്കൽ സൈറ്റാണ്. ഇവിടെ വേലിയിട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാം. വഴി അപ്പുറത്തേക്കടെയാണ്. നമ്മളിവിടെ വണ്ടി ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തു റോഡ് സൈഡിൽ. റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഇത് അക്വാബയുടെ മെയിൻ ടൗണിൻ്റെ അകത്ത് തന്നെയാണ് ഈ പള്ളി ഉള്ളത്. ഇത് അവശിഷ്ടമാണ് കേട്ടോ. ഇതിനകത്ത് ഇപ്പം സംരക്ഷിച്ചേക്കണമാണ്, യുനെസ്കോ സംരക്ഷിച്ചേക്കണമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവുക. ഇപ്പം സമയം ഇവിടെ 1:15. അക്വാബയിൽ വലിയ ചൂടില്ല, ചൂട് തോന്നുമെങ്കിലും വലിയ ചൂട് ഫീൽ ചെയ്യണില്ല. തണുപ്പാണ്. ഇവിടെ ഒത്തിരി എല്ലാ വീടുകളിലും മുന്തിരിയും പേരയ്ക്ക, മാങ്ങ, അങ്ങനെ ബോഗൻവില്ല ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മളിത് അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ പാർക്ക് ചെയ്ത സ്ഥലം അപ്പുറയാണ്. അപ്പോൾ ചുറ്റും കറങ്ങി വരേണ്ടി വന്നു എൻട്രൻസിലോട്ട്. ഞാൻ വന്നില്ല. ദ ഏൻഷ്യൻ ചർച്ച് ഓഫ് അക്വാബ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറുവാണ്. അവരവിടെ ഫോട്ടോസൊക്കെ എടുക്കട്ടെ. അത് ഇവിടെയാണ് എൻട്രൻസ്. ഫോട്ടോ എടുക്കാമോ എന്നൊന്നും അറിയാൻ പാടില്ല. അവിടെ ഒരു ഗാർഡ് ഇരിക്കുന്നുണ്ട്. ഇവിടെ അബൌട്ട് ദ സൈറ്റിനെ പറ്റിയൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ദ അക്വാബ ചർച്ച് ഈസ് ആൻഡ് 3rd സെഞ്ച്വറിയിലാണ് ഇത് ഉണ്ടാക്കിയേക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. AD 293-നും 303-നും ഇടയ്ക്കാണ് ഇത് ഉണ്ടാക്കിയേക്കണത്. ഇത് എർത്ത് ഇത് നശിച്ചു പോകാൻ കാരണം ഭൂമി ഉലുക്കത്തിലാണ് ഈ ചർച്ച് നശിച്ചു പോയത്. അങ്ങനെയാണിത് നശിച്ചു പോയതാണ് ഇവിടെ എഴുതി വെച്ചേക്കണത്. ഇതാണ് എൻ്റെ ഉൾവശം. ഇതാണ് അക്വാബ ചർച്ച്, വേൾഡിലെ ആദ്യത്തെ ക്രിസ്ത്യൻ ചർച്ച്, നിക്യ സുന്നഹദോസ് കൂടിയ ചർച്ച്. അവിടെ എഴുതിയിട്ടുണ്ട് അതിനെപ്പറ്റി. Between 293 and 303 BC ആണോ AC ആണോ? AD. ചർച്ച് ഉണ്ടായത് ക്രിസ്തുവിന് ശേഷമാണല്ലോ ചർച്ച് ഉണ്ടാവുള്ളൂ, ക്രിസ്ത്യൻ ചർച്ച്. ഇവിടെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എൻട്രൻസ് ഹോള് ഓരോന്ന് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്രേവ് കട്ട്, വിൻഡോ, ഇതെവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കാണാൻ പറ്റും. നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം. പണ്ടത്തെ ആൾക്കാർ അങ്ങനെയല്ലേ ഉണ്ടാക്കണത്. ഇവിടെ ഓരോ റൂം എന്തിലേക്കാണ് റെഫർ ചെയ്തേക്കണേന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്
നമ്മൾ ആ ചർച്ചിൻ്റെ ചുറ്റും നമുക്ക് നടക്കാനുള്ള വഴിയുണ്ട്. ആക്ച്വലി നമ്മൾ വണ്ടി പാർക്ക് ചെയ്തേക്കണ ഇവിടെയാണ്. നമ്മൾ കറങ്ങി തിരിച്ചു പോകണം. ഞങ്ങൾ സെൽഫി പോയിന്റ് ആണിത്, സെൽഫി പോയിന്റ്. അങ്ങനെ നമ്മൾ വേൾഡ് ഫസ്റ്റ് ചർച്ചിൽ നിന്ന്, ക്രിസ്ത്യൻ ചർച്ചിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. നമുക്കിനി ഇത് മൊത്തം ചുറ്റി തിരിച്ചു പോകണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ വേൾഡ് ഫസ്റ്റ് ചർച്ച് നമ്മൾ കണ്ടു. അപ്പോൾ ബൈ.